സിറാജിക്ക, എന്താണ് വിശേഷം? നമ്മുടെ സുഹൃത്താണ് സിറാജിക്ക, സകലകലാ വല്ലഭൻ എന്ന് തന്നെ പറയാം. എൻ്റെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് രംഗത്ത് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് സിറാജിക്ക. ഞാനൊന്നും പറയണ്ടായാലും കൊടകര താലങ്ങാടി കോതി ബസാറിലാണ് ഇപ്പോൾ ഉള്ളത്. പഴയ കോതി ബസാറല്ല, നമ്മളെ ഇവിടെ ഇപ്പോൾ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ശോകാവസ്ഥ അതല്ല, അതാണ് കറക്റ്റ്, ശോകാവസ്ഥ. അതിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമുക്കിപ്പോൾ ഒരു ശോകാവസ്ഥ ആണെങ്കിലും അത് നമ്മുടെ നല്ലൊരു ഉദ്ദേശത്തിന്, അത് പിന്നീട് ഗുണം ചെയ്യും. ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നമുക്ക് തൽക്കാലം മറന്നേക്കാം. കാരണം ഇവിടെ ഒരു വലിയൊരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു പിന്നെ എന്താ പറയാ, പിന്നെ പല മാറ്റങ്ങളും കോഴിക്കോട് SM സ്ട്രീറ്റ് പോലെയൊക്കെ തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സാഹചര്യം കേട്ടാ, പണ്ട് നമ്മളൊരു ആൽബം ഇറക്കിയിരുന്നു, മറന്നോ നീ മറന്നോ എന്നുള്ളത്. ഓർമ്മ ഉണ്ടോന്നറിയില്ല അല്ലേ, കുറേ വർഷമായി. അതെ. അപ്പോൾ നമ്മൾ അഫ്സലിന്റെ കൂടെ, അഫ്സലാണ് ഇപ്പം പറഞ്ഞത്, സാഹചര്യങ്ങളുണ്ട്. അഫ്സലെ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. മറന്നോ നീ മറന്നോ എന്നുള്ള പേര് തന്നെ അങ്ങനെയല്ലേ നമ്മള് വരിയില്. അതെ അതെ തീർച്ചയായും. മറന്നോ നീ മറന്നോ എൻ്റെ പുന്നാരേ, മറന്നോ നീ മറന്നോ, മറന്നോ നീ മറന്നോ എൻ്റെ പെണ്ണാളെ, മറന്നോ നീ മറന്നോ. കുറേ വർഷങ്ങളായി. അപ്പോൾ നമ്മൾ കോതി ബസാറിലേക്ക് വന്നതാണ്. നോക്കുമ്പോൾ അവിടെ ശൂന്യമാണ്. അപ്പോൾ വലിയ വളപ്പിലാണ് ഇപ്പം കുറച്ചെങ്കിലും ഒന്ന് അങ്ങനല്ലേ. കച്ചവടം അങ്ങനെയുള്ളൂ. ഇതിൻ്റെ കടയില്ല, അവിടെ നിന്ന് കയറി നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒരു അവൻ പറഞ്ഞു എന്തെന്ന് നെല്ലിക്ക സത്ത, കാന്താരി നെല്ലിക്ക സത്ത്, അതൊന്ന് കുടിച്ചു നോക്കണം. അപ്പോൾ സീസിൻ്റെ അടുത്തേക്കൊന്ന് കുടിച്ച് പൊളിക്കും. അതന്നെ ഇൻഷാ അല്ലാഹ്. ഈ വരുന്നോ, നമുക്ക് അവിടെ പോവാം. അല്ല സുഖല്ലേ? എന്താണ് അസ്സലാമു അലൈക്കും. അപ്പോൾ അസീസ് നമ്മളൊരു പഴയ സുഹൃത്ത് കൂടിയാണ്. അസീസിന്റെ അടുത്താണ് എല്ലാ നോമ്പിനും വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിച്ചു പോകാണ്ട് നിവൃത്തിയില്ല, ആ രീതിയിലാണ്. അപ്പോൾ അസീസിനെ നമുക്ക് ഇപ്രാവശ്യം എന്താ അറിയാം, നെല്ലിക്ക കാന്താരി അതൊന്ന് ചെയ്തു നോക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് അതൊന്ന് നോക്കാം.